ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു വിക്ക് എക്സ്പ്ലനേഷൻ. നമ്മൾ ഫാമിലി ബേസ്ഡ് ചോയ്സ് എന്ന ഡ്രാമയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ 11ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കണ്ട് നിർത്തിയത് ഹേജുവിനും സൻഹയും US സോളിലോട്ടും പോവാന്നുള്ള വിവരം ജുവാൻ അവന്മാരെ അടിയുണ്ടാക്കുന്ന വഴി അറിഞ്ഞു. അങ്ങനെ അവൾ ഷോക്കായി നിൽക്കുന്നിടം വരെയാണ് കണ്ടത്. ഇനി അവന്മാർ എന്ന് നമുക്ക് നോക്കാം. ഇവർ കഴിക്കാൻ താഴെ ഇറങ്ങി വരാത്തതുകൊണ്ട് തിരിച്ച് ജുവാൻ്റെ പപ്പയും ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോയപ്പം പുള്ളി ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ ഹേജുവും പോകുന്ന കാര്യം അങ്കിളിനോട് പറഞ്ഞായിരുന്നല്ലോ, പക്ഷേ സൻഹയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സൻഹ കയറി പറയുന്നു, അങ്കിളെ ഞാൻ US പോവാ, 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ ഞാൻ പോകും എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടും പോവാണോ എന്ന് പുള്ളിയും ചോദിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയൊന്നും അനങ്ങുന്നൊന്നുമില്ല. സൻഹ ജുവാനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എൻ്റെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടും പൊക്കോളാൻ പറഞ്ഞു. ഹേജുവിനോടും ജുവാൻ്റെ പപ്പയോടും താഴോട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ജുവാനോട് അവനൊറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ജുവാൻ അങ്ങോട്ട് പറയുന്നു, നീ ഞങ്ങളെ ഒരു ഫാമിലി ആയിട്ട് പോലും കണ്ടിട്ടില്ല, ഞങ്ങളോട് ഒരു വാക്കൊന്ന് ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ല, അതെങ്ങനെയാണ്, നിനക്ക് ശരിക്കുള്ള ഫാമിലി ഉണ്ടല്ലോ എന്നൊക്കെ അവനോട് പറയുന്നു. അവൻ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? അങ്ങനെ ഞാൻ പറയുന്നു, കാരണം നീ ഒരു വട്ടം പോലും ഞങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല. സൻഹ പറയുന്നു, എനിക്കൊരു പ്രാവശ്യം അവരെ നഷ്ടപ്പെട്ടതാണ്, എനിക്കെൻ്റെ അമ്മേനെ അനീറ്റീനെ നോക്കിയേ പറ്റത്തുള്ളൂ, അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്കിപ്പോൾ 20 വയസ്സായി, എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പിന്നെ അങ്ങ് താഴോട്ടിറങ്ങി പോകുന്നു. ജുവാൻ എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ കയറി കഴിക്കുക പോലും ചെയ്യാതെ കഥ അടച്ച് അവിടെ ഇരിക്കുമായിരുന്നു. പിന്നീട് നൈറ്റ് സൻഹയും അച്ഛനും കൂടെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാം, നീ സോളിലോട്ട് പോകുന്നില്ല, നീ ഇവിടെ തന്നെ നിൽക്കും, അതാണ് ഫൈനൽ എന്ന് പറയുന്നു. അപ്പോൾ അവൻ അപ്പനോട് പറയുന്നുണ്ട്, ഹേജുവിനും യൂസിനും പോകാമെന്ന്. അവൻ പോട്ട്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നീ പോകുന്നില്ല എന്ന് അങ്കിൾ പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പോകണം, അമ്മയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു വട്ടം ഒന്നുകൂടെ സ്വന്തമായിട്ട് ജീവനെടുക്കാൻ ശ്രമിച്ചായിരുന്നു, അമ്മയും കൂടെ നഷ്ടമായ അതൊരു തീരാ നഷ്ടമായി പോകും, ഇത്രയും നാൾ സംഭവിച്ചതൊക്കെ സംഭവിച്ചു, അതൊക്കെ കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ അവൻ പറഞ്ഞ് അവൻ പോകുന്നു തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് കഴിഞ്ഞുള്ള ദിവസം ജുവാൻ ഫുഡൊന്നും കഴിക്കാൻ നിൽക്കാതെ അവൾ സ്കൂളിലോട്ട് പോകുന്നു. ഇവന്മാർക്കൊരു മൈൻഡൊന്നും കൊടുക്കുന്നില്ല. പിന്നീട് അവന്മാർ സ്കൂളിൽ ചെന്ന് ടീച്ചർമാരോട് ഇവന്മാരിങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞ് ബാക്കി പിള്ളേരും ഇത് കേട്ടു. അപ്പം ഇങ്ങനെ പിള്ളേരും ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഹേജുവിന് സൻഹയും ഇങ്ങനെ സോളിലും US പോവുക, സൻഹയുടെ കാര്യം പറയുകയാണെങ്കിൽ സോളിലോട്ട് പോയാൽ അവിടെ നല്ല പഠിപ്പീര് പിന്നെയും കിട്ടും, അത് അവന് നല്ലതാണെന്നൊക്കെ പറയുന്നിട്ട് ജുവാൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള കൊച്ച് പറയുന്നു, നീ നിൻ്റെ ചേട്ടന്മാരെ മിസ് ചെയ്യുമായിരിക്കും അല്ലേ, അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്, സാരമില്ലെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അതിന് എനിക്കെന്നെ ഇത്ര സങ്കടം, അവർ എൻ്റെ ശരിക്കുള്ള ചേട്ടന്മാരല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങ് എണ്ണീറ്റ് പോന്നു. ജുവാനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഹേജിന് അവൾക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ട് സൻഹയോട് പറയുന്നു, ഇത് അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പറയുന്നു. അവൻ പറഞ്ഞു, നീ വേണം തന്നെ കൊണ്ട് കൊടുക്കാൻ, നിനക്ക് എന്നെ അവൾക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്താൽ, നീ നിൻ്റെ അമ്മയെ നോക്കാൻ പോയപ്പോൾ നിന്നെ കാണാൻ വേണ്ടി സോള് വരെ വന്നതാ. അപ്പോൾ അവൻ തിരിഞ്ഞിട്ട്, നീ ഇപ്പോഴാണോ ഇത് പറഞ്ഞത്, നീ അവളെ ഒറ്റയ്ക്ക് വിട്ടുമെന്ന് ചോദിച്ചിട്ട് അവൻ ആ ഫുഡും കൊണ്ട് അവളുടെ അടുത്തോട്ട് ഓടുന്നു. അപ്പോൾ അവളെ കണ്ടില്ല, ഡാലിനെ കണ്ടപ്പോൾ അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൾ ഇത്തിരി മുമ്പ് ഇവിടുന്ന് പോയേ എന്ന് പറയുന്നു. പിന്നെ അവളെ തപ്പി അവൻ അങ്ങ് പോയി ഫുഡ് ആണെങ്കിൽ ഡാലിൻ്റെ കൈ കൊടുക്കുകയും ചെയ്തു. ഡാൽ അതും പിടിച്ചുകൊണ്ട് ഹേജുവിന് ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ കൂടെ ഹേജും വന്ന്, ഇത് ഞങ്ങളുടെ ഫുഡല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇത് സൻഹയെ തന്നിട്ട് പോയതാ. അപ്പോൾ ജുവാൻ ജുവാൻ വീട്ടിലോട്ട് പോയി, അതുകൊണ്ട് അവളുടെ പുറകെ സൻഹയെ പോയെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ അവിടെ കുറച്ച് ഇമോഷണൽ സീക്വൻസ് ആണ് കാണുന്നത്. പിന്നീട് അടുത്ത സീനിൽ സൻഹയെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവൻ്റെ റൂം നോക്കി അവനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുന്നു. അവർ 3 പേരും ഒന്നിച്ചുണ്ടായിരുന്നതും എല്ലാ മുഹൂർത്തങ്ങളും അവനിങ്ങനെ ഓർത്ത് ഒന്ന് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ തിരിച്ച് സൻഹയുടെയും ജുവാൻ്റെയും പപ്പമാർ അവർ 2 പേരെയും വിടാൻ വേണ്ടി ബാഗെല്ലാം വണ്ടി കയറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അവരിങ്ങനെ നോക്കുന്നുണ്ട് ജുവാൻ ഇറങ്ങി വരുമെന്ന്. പക്ഷേ ജുവാൻ ഇറങ്ങി പോകുന്നൊന്നുമില്ല ടാറ്റ കൊടുക്കാൻ വേണ്ടിയൊന്നും. എന്തായാലും ഒരു കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് അവരെ വണ്ടി കയറ്റി 2 പേരും വിടുന്നു. എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ ജുവാൻ ഇതെല്ലാം മോളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിലും അവൾ താഴോട്ടിറങ്ങി വരികയോ അവരോട് ഒരു ഗുഡ് ബൈ പറയുകയോ ഒന്നും ചെയ്തില്ല. ജുവാൻ്റെ അപ്പ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ കയറി വരുമ്പോൾ ജുവാൻ അവിടെ നിൽക്കുന്നുണ്ടിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ താഴോട്ടിറങ്ങി വരാൻ, ഞാൻ അവരോട് ഒരു ഗുഡ് ബൈ പോലും പറയാനെന്നാന്ന് ചോദിച്ചപ്പോൾ അവൾ അതിന് ഉത്തരം പറയാതെ, എനിക്ക് വിശക്കുന്നു, ഫുഡ് താന്ന് പറഞ്ഞ് അകത്ത് കയറിയിരുന്ന് കഴിക്കുന്നുണ്ട്. അവളോട് ചോദിക്കുന്നതിനൊന്നും അവൾ തിരിച്ച് പറയാതെ, ചോറിട്, കുറച്ചുകൂടെ ചോറ്, ഇത് പോരാ, കുറച്ചുകൂടെ ഇട്, ഇങ്ങനെ പറഞ്ഞ് പിന്നെ അവളും പണ്ടത്തെ കാര്യം ഓർത്ത് അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, എന്നെ കൊണ്ട് ഒക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ജുവാൻ്റെ പപ്പയ്ക്കാണെങ്കിലും റെസ്റ്റോറൻറ്റിൽ മര്യാദയ്ക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല, എപ്പോഴും അവരുടെ ഓർമ്മ തന്നെയാണ്. സൻഹയുടെ അപ്പയ്ക്കും അത് തന്നെ.
പുള്ളിക്കും ജോലിയൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി പിന്നെ അവൾ ടെറസിൻ്റെ മണ്ടേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പ് ചാറ്റിനകത്ത് അവന്മാരിങ്ങനെ എനിക്ക് മിസ് ചെയ്യുന്നു, ഇവിടം പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അവൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്ത സീനിൽ ജുവാൻ്റെ ബർത്ത്ഡേ ആണ് കാണിക്കുന്നത്. ഇവർ 3 പേരും കൂടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. അവന്മാർ വീഡിയോ കോളൊക്കെ ചെയ്ത് വിഷ് ചെയ്യുന്നൊക്കെയുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ കാണിക്കുന്ന അങ്ങനെ തുടർച്ചയായി എല്ലാ കൊല്ലവും ഇവർ 3 പേരുമാണ് ജുവാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇവരൊന്നെങ്കിൽ വീഡിയോ കോൾ ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് മാത്രമേ ഇടത്തുള്ളൂ. അങ്ങനെ പിന്നെ പോകെ അവൾക്കാണെങ്കിലും പഴയ പോലത്തെ ആ ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല. ചുമ്മാ ഒരു ബർത്ത്ഡേ എന്ന പോലെ. അവൾക്ക് പ്രായം കൂടി വരുവാണല്ലോ എന്തുവായാലും. ഈ ഹേജുവിനും സൻഹയാണെങ്കിൽ എല്ലാ കൊല്ലം ഇവളോട് പറയും ഇക്കൊല്ലം ഞങ്ങൾ വരും എന്ന് പറയും ആദ്യം. പക്ഷേ അവർ വരത്തുമില്ല. അവരുടെ തിരക്ക് കാരണം അവർ വരത്തില്ല. അങ്ങനെ കാലങ്ങൾ പോകെ അവൾക്കാണെങ്കിലും എല്ലാം ബോറടിച്ചു തുടങ്ങി. പിന്നീട് നമ്മൾ കാണിക്കുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ്. 10 വർഷത്തിന് ശേഷമുള്ളത്. 10 വർഷത്തിന് ശേഷം ജുവാനെ കാണിക്കുമ്പോൾ ജുവാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ബേക്കറി ഒക്കെ ഉണ്ട്. സ്കൂളിലും കേക്കാണ് വിതരണം ചെയ്യുന്നത്. അവൾക്ക് പണ്ട് തൊട്ടേ കേക്കിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അപ്പോൾ അവൾ പിന്നീട് കേക്കിൻ്റെ തന്നെ ഒരു ബേക്കറി തുടങ്ങി. അങ്ങനെ നമ്മളെ സീൻ കാണിക്കുന്നത് അവൾ അടുത്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചെറി പറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൾ ബേക്കറിയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഴുതിയെടുക്കുന്നുണ്ട് ചെറി പറിക്കാൻ വേണ്ടി പോവുകയാണെന്ന്. അങ്ങനെ അവൾ പോകുന്നതായിട്ട് കാണിക്കുന്നു. പോകുമ്പോൾ അച്ഛൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ വീക്കിൽ അവളുടെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്ക് എന്താ സ്പെഷ്യലായിട്ട് വേണ്ടേ, നീ വീട്ടിലോട്ട് വരുമോ? അവളിപ്പം മാറിയാണ് താമസിക്കുന്നത്, അച്ഛൻ്റെ കൂടെ അല്ല താമസിക്കുന്നത്, മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ നീ വീട്ടിലോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അവൾ പറയുന്നില്ല, ഞാൻ ബിസിയാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. പിന്നെ അവളെ ഡാൽ വിളിക്കുന്നുണ്ട്. ഡാൽ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഡാൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവളോട് പറയുന്നുണ്ട്, നീ കട പൂട്ടി പോന്നോ ഓക്കെ, പക്ഷേ ഞാൻ ആരോ പറയുന്ന കേട്ടായിരുന്നു ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഏതൊരു ആളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്ന്, അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് ജുവാൻ്റെ ബേക്കറിയുടെ അവിടെ ആയിട്ട് ഒരാളിങ്ങനെ പരിങ്ങി കളിക്കുന്നുണ്ട്. ജുവാൻ എന്തായാലും ചെറിയൊക്കെ പറിച്ച് തിരിച്ച് ബേക്കറിലോട്ട് വന്ന് അവൾ കയറുന്നതിന് മുമ്പേ ഈ പരിങ്ങി കളിച്ച ആൾ ബേക്കറിക്കകത്ത് കയറിയായിരുന്നു. അങ്ങനെ അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. ഇവൾ നോക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവൾ അടച്ചിട്ടിട്ടാണല്ലോ പോയി, പിന്നെ ഇതെങ്ങനെ തുറന്ന് കിടക്കുന്നേ എന്നുള്ള രീതിയിൽ അവളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇയാളെ കാണുന്നു. പക്ഷേ ഇവളെ കണ്ടുകൊണ്ട് അവനൊന്ന് ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഇവൾ പെട്ടെന്ന് അവനെ പിടിച്ച് തലക്കിട്ടൊക്കെ അടിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അവക്കിട്ട് അവനൊരു തല്ല് കൊടുക്കുന്നു. പക്ഷേ എന്താ പറയുക, അവനെ പിടിച്ച് അവൾ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവൻ്റെ മോന്ത എന്ത് ചെയ്ത് അവളെ കാണിച്ചിട്ടുമില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിട്ടും അവൻ്റെ മോന്ത ആരെയും കാണിക്കുന്നില്ല. അവൻ അത് പിടിച്ച് മാറ്റാൻ നോക്കുന്നൊക്കെയുണ്ട്. എന്തായാലും ജുവാൻ്റെ പപ്പയും സൻഹയുടെ പപ്പയും അങ്ങോട്ട് വന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരൻ സൻഹയുടെ പപ്പ വന്നുകൊണ്ട് അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരാ ഇവളെന്ന് ചോദിക്കുമ്പോൾ ഇവളെൻ്റെ മോളല്ല, പക്ഷെ മോളെ പോലെയാണെന്ന് പറഞ്ഞു. ആണോ, ഓക്കെ. എന്നിട്ട് പിന്നെ ജുവാൻ്റെ പപ്പ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എന്നെ തല്ലിയെന്ന് പറയുന്നു. ഈ വന്ന ചെറുക്കൻ എന്നെ തല്ലി എന്നൊക്കെ പറയുമ്പോൾ, എടാ കൊച്ചിറക്കാൻ നീ എൻ്റെ കൊച്ചിനെ തല്ലുന്നോടാന്ന് പറഞ്ഞ് അവനെ പിടിച്ച് ജുവാൻ്റെ അപ്പം കുറേ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാണ് അവൻ്റെ ഫേസ് കാണിക്കുന്നത്. ഫേസ് കാണിച്ച ഉടനെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ആരാത്? നമ്മുടെ ഹേജൂൻ. അവൻ അപ്പനെ കണ്ടുകൊണ്ട് അപ്പാന്നും പറഞ്ഞുകൊണ്ട്, എടാ നീയോ എന്നുള്ള രീതിയിൽ എല്ലാവരും അവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് സൻഹയുടെ അപ്പം ചോദിക്കുന്നുണ്ട്, എടാ നീ നാട്ടിൽ വന്നെങ്കിൽ നീ വീട്ടിലോട്ടല്ലേ വരണ്ടേ, അല്ലെങ്കിൽ ഇവളുടെ അടുത്തോട്ടാണോ പോകണ്ടേ, അത് ഇങ്ങനെയാണോടാ പോകുന്നതെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ആ പോലീസുകാരൻ സൻഹയുടെ അപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ? ഇതും എൻ്റെ മോനല്ല, പക്ഷെ എൻ്റെ മോനെ പോലെ. ആണോ, അപ്പോൾ നിങ്ങൾ രണ്ടും സഹോദരങ്ങളാണല്ലേ, അപ്പോൾ നിങ്ങൾ സിബ്ലിങ്സ് ആണെന്ന് പുള്ളി പറയുമ്പോൾ, സിബ്ലിങ്സോ, അതിന് ഇവനേതാ എന്ന് ജുവാൻ ചോദിക്കുന്നു. ജുവാൻ സത്യം പറഞ്ഞാൽ ഇവരോടെല്ലാം ദേഷ്യമുണ്ട്, ഇവനോടും സൻഹയോടും ദേഷ്യമുണ്ട്. ഇത്രയും നാളായിട്ട് വന്നിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവൾ ചോദിക്കുന്നു, അതിന് നമ്മളൊരു ഫാമിലി അല്ലല്ലോ, നിങ്ങൾക്ക് എന്നെ അറിയാവോ എന്ന് ഹേജുവിനോട് അവൾ ചോദിക്കുന്നു. എന്തായാലും നാട്ടിൽ നിന്ന് പോയ ഒരെണ്ണം വന്നു, ഇനി അടുത്തത് വരുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത, ഷെയർ ചെയ്യാത്ത എല്ലാവരെയും ഉറുമ്പ് കടിക്കും.